ഹലോ ഓൾ, ഞാൻ മീനു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണാലിറ്റി എന്നാൽ എന്ത്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലോട്ട് സ്വാഗതം. The word personality is derived from the Latin word persona, which means a mask or false face which Greek actors used to wear when acting on stage. പേഴ്സോണ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നിട്ടാണ് പേഴ്സണാലിറ്റി എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് എ മാസ്ക് ഓർ ഫാൾസ് ഫേസ്. ഗ്രീക്ക് ആക്ടേഴ്സ് അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ധരിച്ചിരുന്ന ഒരു മാസ്കിനെയാണ് ഈ പേഴ്സോണ കൊണ്ട് അർത്ഥമാക്കുന്നത്. Personality is the sum total of complex human behavior, including feelings, emotions, needs, interests, attitudes, and cognitive processes. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ എല്ലാ സവിശേഷതകളുടെയും ആകെത്തുകയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ഹിസ് ഫീലിങ്സ്, ഇമോഷൻസ്, നീഡ്സ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. Personality is a person's unique pattern of traits. It includes everything about the person, his physical, emotional, social, mental and spiritual makeup. പേഴ്സണാലിറ്റി എന്നാൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളാണ്. അത് ഒരുപക്ഷെ വൈകാരികവും സാമൂഹികവും മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ സവിശേഷതകളും ഒത്തുചേരുന്ന ഒരു അവസ്ഥയാണ്. നെക്സ്റ്റ് ഈസ് മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? മെയിനായിട്ട് 3 മെത്തേഡ്സാണ് ഉള്ളത്. പ്രൊജക്റ്റീവ് മെത്തേഡ്സ്, സബ്ജക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ്സ്. ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്റ്റീവ് മെത്തേഡ്സ് ആണ്. Projective methods or projective techniques are devices by which the subject is prompted to reveal his unconscious behavior through imaginative productions. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ, അയാളുടെ അൺകോൺഷ്യസ് ബിഹേവിയർ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്രൊജക്റ്റീവ് മെത്തേഡ്സ് അഥവാ പ്രക്ഷേപണ തന്ത്രങ്ങൾ. ഭാവനാപരമായ കാര്യങ്ങൾ, അതായത് പിക്ചേഴ്സിൻ്റെയോ ഗ്രാഫുകളുടെയോ പെയിൻറ്റിങ്സിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ കഥകളിലൂടെയൊക്കെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത്. These techniques are based on the psychological phenomenon of projection. Projection means attributing one's own desires and feelings to others. അതായത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളെയും ഫീലിങ്സിനെയും എല്ലാം മറ്റൊന്നിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന രീതിയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. The test provides an indefinite and unstructured stimulus which permit the subject to make an unlimited variety of possible responses. ഇൻഡെഫിനിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ഒരു വ്യക്തിയിലേക്ക് നമ്മൾ കൊടുത്ത് അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ ചെയ്യുന്നത്. ദ ടെസ്റ്റ് മെറ്റീരിയൽസ് മേ ഇൻക്ലൂഡ് വേഗ് പിക്ചേഴ്സ്, ഇങ്ക് ബ്ലോട്ട്സ്, ഇൻകംപ്ലീറ്റ് സ്റ്റോറീസ് എക്സെട്ര. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അവ്യക്തമായ ചിത്രങ്ങളായിരിക്കാം, മഷൂപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്ത കഥകളിലൂടെയൊക്കെ ആയിരിക്കാം. അതായത് നമുക്ക് ആരുടെ പേഴ്സണാലിറ്റിയാണോ മെഷർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അസസ് ചെയ്യേണ്ടത്, ആ വ്യക്തിയുടെ കയ്യിൽ നമ്മൾ ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റോറി കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് തരാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വേഗ് പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തും മനസ്സിലാവുന്നു എന്ന് ചോദിച്ചിട്ട് ആ വ്യക്തി നൽകുന്ന റെസ്പോൺസസിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്നതും അയാളുടെ പ്രശ്നങ്ങൾ എന്താണ്, അയാളുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. The test material is kept ambiguous so that it can serve as a screen upon which the subject projects his own desires, hopes, fears, repressed wishes, etc. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ടെസ്റ്റ് മെറ്റീരിയലായിട്ട് ഇവിടെ ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് സ്റ്റിമുലസ് ഒക്കെ ഉപയോഗിക്കുന്നത്?
ഇങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമുക്കത് സാധ്യമാവുള്ളൂ. അതിലൂടെ നമുക്ക് അയാളുടെ ഉള്ളിലുള്ള അയാൾ ഒളിപ്പിച്ച് വച്ചിരുന്ന അയാളുടെ ആഗ്രഹങ്ങൾ, അയാളുടെ പ്രതീക്ഷകൾ, ഭയങ്ങൾ, ആകുലതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇത് ഒരിക്കലും അയാൾ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാത്ത ചിലപ്പോൾ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു തരത്തിലും അത് പുറത്തേക്ക് ഒരിക്കൽ പോലും എന്താ പറയുക വരാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. Projective tests are so named because they induce the individual to project himself into the test situation and thus reveal his motives, attitudes, personality through the responses, just as a film projector projects the image on the screen. ഈ പ്രൊജക്റ്റീവ് മെത്തേഡ്സിന് എങ്ങനെയാണ് ഈ പേര് വന്നത്? ഒരു ഫിലിം എങ്ങനെയാണോ ഒരു സ്ക്രീനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. The stimulus material is ambiguous and weakly structured, and the subject is expected to respond in some way, leaving the impression of his personality upon the underdefined situation. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മളിവിടെ എടുക്കുന്ന സ്റ്റിമുലസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ അങ്ങനെ ഒരു മെറ്റീരിയൽ എടുത്താൽ മാത്രമാണ് നമുക്കൊരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി വളരെ അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സെക്കൻഡ് വൺ പറയുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് ആൻ അറ്റംപ്റ്റ് ടു എക്സ്പ്ലോർ ദ സൈക്കോളജിക്കൽ റിയാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹിസ് ഹോപ്സ്, ആസ്പിറേഷൻസ്, നീഡ്സ്, മോട്ടീവ്സ്, കോൺഫ്ലിക്ട്സ് എക്സെട്ര. നമ്മൾ മെയിനായിട്ടുള്ള ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അവരുടെ ആസ്പിറേഷൻസ്, ഹോപ്സ്, നീഡ്സ് ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി തേർഡ് പറയുന്നത്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ടാപ്പ് ദ ഇംപ്ലിസിറ്റ് ഓർ ദ അൺകോൺഷ്യസ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി. നമുക്കറിയുന്നൊരു കാര്യമാണ്, കോൺഷ്യസ് മൈൻഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് അൺകോൺഷ്യസ് മൈൻഡും. നമ്മുടെ പേഴ്സണാലിറ്റിയെ ഈ രണ്ട് പാർട്ടും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അൺകോൺഷ്യസ് നമ്മുടെ ആസ്പെക്ട്സ് മനസ്സിലാക്കാൻ, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ അൺകോൺഷ്യസ് ആസ്പെക്ട്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് റിക്വയർസ് സോഫിസ്റ്റിക്കേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യുന്നതിന് വളരെയധികം അറിവുള്ളൊരു വ്യക്തി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിവുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ എക്സ്പേർട്സിനെ തന്നെ നമുക്ക് ആവശ്യമാണ്. അടുത്തത് കൈൻഡ്സ് ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ദ കോമൺലി യൂസ്ഡ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആർ റോർഷെ ഇങ്ക്-ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് TAT, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് CAT, പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് PSI, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സ്റ്റോറി ടെല്ലിംഗ് ഓർ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്. അടുത്തായിട്ട് പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്സിലെ ഫസ്റ്റ് മെത്തേഡായ റോർഷെ ഇങ്ക്-ബ്ലോട്ട് ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഹെർമൻ റോർഷെ, എ സ്വിസ് സൈക്കോളജിസ്റ്റ് ഇൻ 1921. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 standardized cards, 5 black and white and the other 5 multicolored. Each card contains a bilaterally symmetrical ink blot. These are printed on 7 into 9.5 inch cards. സ്വിസ് സൈക്കോളജിസ്റ്റായ ഹെർമൻ റോഷെയാണ് ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആരുടെ പേഴ്സണാലിറ്റിയാണോ മെഷർ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ കയ്യിൽ നമ്മളൊരു 10 സ്റ്റാൻഡർഡൈസ്ഡ് കാർഡുകൾ കൊടുക്കുകയാണ്. അതിൽ 5 എണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റും 5 എണ്ണം മൾട്ടി കളേർഡ് ആയിരിക്കും. ഓരോ കാർഡിൻ്റെ സൈസ് 7 into 9.5 ഇഞ്ച് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഓരോ കാർഡുകളിലും ഓരോ പിക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഈ പിക്ചേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ വ്യക്തി നൽകുന്ന റെസ്പോൺസസിൻ്റെ ബേസിസിലാണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതെല്ലാം. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് പറയുന്നത്, ഈച്ച് കാർഡ് കണ്ടെയ്ൻസ് എ ബൈലാട്രലി സിമെട്രിക്കൽ ഇങ്ക് ബ്ലോട്ട്. എന്താണ് ബൈലാട്രലി സിമെട്രിക്കൽ? അതായത് നമുക്ക് തന്നിരിക്കുന്ന കാർഡ് നമ്മൾ നിവർത്തി നോക്കുമ്പോൾ ആ കാർഡിൻ്റെ 2 സൈഡിലും ഒരുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള പിക്ചേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ കാർഡ് കണ്ടെയ്ൻസ് എ ബൈലാട്രലി സിമെട്രിക്കൽ ഇങ്ക് ബ്ലോട്ട് എന്ന് പറയുന്നത്.
അതായത് നമുക്ക് തന്നിരിക്കുന്ന കാർഡിൽ പിക്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ പിക്ചർ നമ്മൾ തുറന്നു നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെയുള്ള സിമിലർ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്ലൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് 3 പിക്ചേഴ്സ് കാണുന്നുണ്ട്. നമുക്ക് മിക്കവാറും ഈ റോർസ്ചാച്ച് ഇങ്ക്-ബ്ലോട്ട് ടെസ്റ്റിൽ ഇങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ ആയിരിക്കും നൽകുന്നത്. അപ്പോൾ ഈ 3 ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. Is shown to the subject and he is asked to tell in detail what he sees in the ink-blots, what that means to him and what that might be. He tells only what he sees in his imagination and his responses reveal many of his personality traits. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് പേഴ്സണാലിറ്റി മെഷർ ചെയ്യേണ്ട ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നമ്മൾ ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന കാർഡുകൾ കൊടുക്കുകയാണ്. അയാളിൽ നിന്ന് ലഭിക്കുന്ന റിപ്ലൈസസിൻ്റെ ബേസിസിലാണ് നമ്മൾ അയാളുടെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുന്നതും അത് മെഷർ ചെയ്യുന്നതും. ആ ഒരു നമ്മളിപ്പോൾ ഈ ഒരു കാർഡ് കൊടുത്തുകൊണ്ട് നമ്മൾ അയാളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ കാർഡിൽ കാണുന്നത്, നിങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം അയാളുടെ ഇമാജിനേഷനിൽ നിന്നിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഈ റിപ്ലൈസ് ശരിക്കും പറഞ്ഞാൽ അയാളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അയാളുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് റിക്വയർസ് സം ട്രെയിനിങ് ഓൺ ദ പാർട്ട് ഓഫ് ദി ടീച്ചർ ഇൻ ഓർഡർ ടു ഇൻ്റർപ്രറ്റ് ദ റെസ്പോൺസസ് സാറ്റിസ്ഫാക്ടറിലി. റോർസ്ചാച്ച് ഇങ്ക്-ബ്ലോട്ട് ടെസ്റ്റ് വളരെ സങ്കീർണമായ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ പരിചയസമ്പന്നരായ എക്സ്പേർട്ടുകളെ തന്നെ നമുക്ക് ആവശ്യമാണ്. ടീച്ചേഴ്സിന് വേണമെങ്കിൽ അവരുടെ ക്ലാസ് റൂംസിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല പരിചയമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ഇഫക്റ്റീവായിട്ട് നടത്താൻ പറ്റുള്ളൂ. അടുത്തത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് TAT. It is developed by Morgan and Murray in 1935. The test material consists of 30 pictures, 10 common, 10 for men and 10 for women. ഇവിടെ ടെസ്റ്റ് മെറ്റീരിയൽ 30 പിക്ചേഴ്സ് അടങ്ങിയിട്ടുള്ള കാർഡുകളാണ്. അതിൽ 10 കോമൺ ആണ്, ബോത്ത് ഫോർ മെൻ ആൻഡ് വുമൻ. അത് കൂടാതെ 10 പുരുഷന്മാർക്കും 10 സ്ത്രീകൾക്കും നമ്മൾ വെവ്വേറെ കൊടുത്തിട്ടുണ്ട്. The test material portray human beings in a variety of actual life situations. ഈ ഓരോ കാർഡിലും നമ്മൾ പറഞ്ഞു പിക്ചേഴ്സ് ഉണ്ട്. ഈ പിക്ചേഴ്സ് നമ്മുടെ ആക്ച്വൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ ആയിരിക്കും അതിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ സബ്ജക്റ്റ് ഈസ് ആസ്ക്ഡ് ടു ഇൻ്റർപ്രറ്റ് ദ കാർഡ്സ് ബൈ ടെല്ലിംഗ് എ സ്റ്റോറി അബൌട്ട് ഈച്ച്. ദ സബ്ജക്റ്റ് ഹാസ് ടു ഡിസ്ക്രൈബ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പിക്ചർ പ്രസൻറ്റ്, വാട്ട് കോസ്ഡ് ഇറ്റ് ടു ഹാപ്പൻ പാസ്റ്റ് ആൻഡ് വാട്ട് വുഡ് ബി ദ റിസൾട്ട് ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മളിപ്പോൾ ഈ കാർഡുകൾ കൊടുക്കുന്നുണ്ട്, അതിൽ പിക്ചേഴ്സ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ നമുക്ക് ആരുടെ പേഴ്സണാലിറ്റി ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ആ വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഈ കാർഡ് കൊടുത്തുകൊണ്ട് ആ കാർഡിൽ എന്താണ് മനസ്സിലായത്, അതുപോലെ തന്നെ അതിൻ്റെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും സംഭവിക്കാനിരിക്കുന്നത്, പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത്, ഇങ്ങനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കഥ ഉണ്ടാക്കാൻ പറയുകയാണ്. ദ സ്റ്റോറി വിൽ റിവീൽ ദ ഇന്നർ ഫീലിങ്സ് ഓഫ് ദ സബ്ജക്റ്റ്. നമുക്ക് അവസാനം ഇവർ പറഞ്ഞു തരുന്ന ആ ഒരു കഥയിൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇന്നർ ഫീലിങ്സ്, ഇവർ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒത്തിരി അവരുടെ ഫീലിങ്ങുകളും അവരുടെ ഡിസൈഡ്സും കാര്യങ്ങളെല്ലാം അവർ പോലും അറിയാതെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റി വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് നമ്മളൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മോർഗൻ ആൻഡ് മുറേ ആണ്. ഇവിടെ നമ്മൾ ടെസ്റ്റ് മെറ്റീരിയലായിട്ട് കൊടുക്കുന്നത് 30 പിക്ചേഴ്സാണ്. അതിൽ 10 കോമൺ ആണ്, 10 സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മൾ വെവ്വേറെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുക്കുന്ന ടെസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻസിൻ്റെ പിക്ചേഴ്സാണ് കൊടുക്കുന്നത്. ഈ പിക്ചേഴ്സ് കൊടുത്തിട്ട് നമ്മൾ ആ വ്യക്തികളുടെ അടുത്ത് ആ പിക്ചറിൽ നിന്ന് അവർക്ക് എന്ത് മനസ്സിലായി, അതിന് മുമ്പേ എന്തായിരിക്കും സംഭവിച്ചത്, ശേഷം എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ തന്നെ ഒരു കഥ ഉണ്ടാക്കാൻ പറയുകയാണ്. ഈ കഥയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ, അനലൈസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇവിടെ നമ്മൾ എക്സാമ്പിൾസ്, അതായത് നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്ത ടെസ്റ്റാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് CAT. It is developed by Belloc and is meant for children between 3 to 10 years. It consists of 10 cards.
each containing pictures of animals in various life situations. The child is asked to tell a story based on the picture, and whatever the story child makes, he projects himself. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബെല്ലാക്കാണ്. ഇത് കൂടുതലും 3 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടെസ്റ്റാണ്. ഇവിടെ ടെസ്റ്റ് മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 10 കാർഡ്സാണ്. ഈ 10 കാർഡ്സിലും അനിമൽസിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ ഈ ഒരു പിക്ചർ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ അവരോട് നമ്മൾ പറയും. അവരുണ്ടാക്കിയ ആ കഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി വിലയിരുത്തുകയും അതുപോലെ തന്നെ കുട്ടി പോലും അറിയാതെ കുട്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ ഫീലിങ്സിനെ എല്ലാം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്ലൈഡിൻ്റെ അവസാനം ഒരു 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 4th ടെസ്റ്റാണ് പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് PSI. It is designed by Morgan and Gare in 1956. It is to investigate perceptions, feelings and attitudes of boys and their mothers with respect to punishment. ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിനെ അടിസ്ഥാനമാക്കി ആൺകുട്ടികളും അവരുടെ അമ്മമാരും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണിത്. PSI includes 10 cards, each depicting a home situation involving a boy and his mother in conflict. നമ്മൾ PSIയിൽ ടെസ്റ്റ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് 10 കാർഡുകളാണ്. ഈ 10 കാർഡുകളിലും ഒരു ആൺകുട്ടിയും അവരുടെ മദറും തമ്മിലുള്ള ഒരു വഴക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പിക്ചറാണ് നമ്മൾ കൊടുക്കുന്നത്. ആസ് എ ചൈൽഡ് ഈസ് പ്രസൻറ്റഡ് വിത്ത് ഈച്ച് പിക്ചർ ഇൻ ദ സീരീസ്, ഹി ഈസ് ഇൻവൈറ്റഡ് ടു ടെൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പിക്ചർ, വാട്ട് ദ ക്യാരക്ടർ ഇൻ ഇറ്റ് മൈറ്റ് സേ ഓർ ഡു ആൻഡ് ഹൗ ദേ വുഡ് ഫീൽ. It will enable children to discuss their problems behind the facade of talking about the picture. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് കുട്ടിക്ക് എന്ത് മനസ്സിലായി, കുട്ടിക്ക് എന്താണ് തോന്നുന്നത് എന്ന് നമ്മൾ കുട്ടിയോട് പറയാൻ ആവശ്യപ്പെടും. കുട്ടി നൽകുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 5th ടെസ്റ്റാണ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. It contains a list of incomplete sentences. The child is asked to go through the list and complete the sentences as quickly as possible without giving a second thought to his answer. He completes each sentence in his own way, from which the teacher gets an idea about the personality traits of the child. ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ടെസ്റ്റ് മെറ്റീരിയലായിട്ട് കൊടുക്കുന്നത്. അതായത് സെൻറ്റൻസുകൾ കൊടുത്തിട്ട് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫോമിലൊക്കെ നമ്മൾ കൊടുക്കും. എന്നിട്ട് കുട്ടികളോട് തന്നെ നമ്മളത് ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് വളരെ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളോടത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് തരാൻ പറയും. അവർ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ഫില്ല് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടിയുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് മനസ്സിലാക്കുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. നമ്മൾ ഇതിൻ്റെ താഴെ തന്നെ ഒരു 4 എക്സാമ്പിളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, അതർ ചിൽഡ്രൻ ഡാഷ്. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ എന്താണ് കുട്ടി ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ, ഐ തിങ്ക് ദാറ്റ് മൈ മദർ ഡാഷ്. തേർഡ് വൺ, സംടൈംസ് ടീച്ചേഴ്സ് ഡാഷ്. ഫോർത്ത് വൺ, ഇഫ് മൈ ഫാദർ ഡാഷ്. അടുത്ത ടെസ്റ്റാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വാക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടെസ്റ്റാണിത്. ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് കാൾ യൂങ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി ഡയഗ്നോസിസ് ഓഫ് ബിഹേവിയർ ഡിസോർഡർ. ബിഹേവിയർ സംബന്ധമായ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണിത്. ദ ടെക്നിക് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് വേർഡ്സ് സെലക്റ്റഡ് ഫ്രം ഏരിയാസ് ഓഫ് കോൺഫ്ലിക്ട്സ് സച്ച് ആസ് സ്കൂൾ, ഹോം, കമ്മ്യൂണിറ്റി എക്സെട്ര. കുട്ടികൾ സാധാരണ ആയി നേരിടുന്ന കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വാക്കുകൾ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. സാധാരണ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്കുകളാണ് സ്കൂള്, ഹോം, കമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വാക്കുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഫെമിലിയറായ വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കൊടുത്താലാണ് നമുക്ക് കുട്ടികളുടെ മനസ്സിലുള്ള അവരുടെ ഒരു ഫീലിങ്സും അവരുടെ ആറ്റിറ്റ്യൂഡ്സും അവർ ഒളിപ്പിച്ച് വെച്ച അവരുടെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത പോയിൻ്റാണ്, ദ സബ്ജക്ട്സ് ആർ ആസ്ക്ഡ് ടു
Speak out the first word that comes to his mind as soon as the examiner speaks one. ഇവിടെ നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എക്സാമിനർ ആദ്യമായിട്ട് കുട്ടിയുടെ അടുത്തൊരു വാക്ക് പറയും. അപ്പോൾ കുട്ടിക്ക് വളരെ പെട്ടെന്നായിട്ട് ആ വാക്കുമായി റിലേറ്റ് ചെയ്ത് എന്താണ് മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടി പറയുന്ന ആൻസർ നമ്മുടെ എക്സാമിനർ റെക്കോർഡ് ചെയ്യുകയും അത് അനലൈസ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കുകയാണ്. എക്സാമിനോട് നമ്മൾ പറയുകയാണ്, കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ലൈഫ് എന്ന് പറയുന്ന ഒരു വാക്കാണെങ്കിൽ പല കുട്ടികളും പല ആൻസേഴ്സ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കുട്ടി പറയുന്നത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി നമുക്ക് ആ ഒരു ആൻസറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം കുട്ടിയുടെ ചുറ്റുപാടുകൾ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് കുട്ടി ജീവിക്കുന്നത്. വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളൊരു കുട്ടിയാണ്, കുട്ടിയുടെ പേഴ്സണാലിറ്റി നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ളൊരു കുട്ടിയാണ് എന്നൊക്കെ നമുക്ക് ആ ഒരു ആൻസറിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. തിരിച്ചു ഇപ്പോൾ കുട്ടി പറയുന്ന ഉത്തരം ലൈഫ് ബോറിംഗ് എന്നാണെന്നുണ്ടെങ്കിൽ കുട്ടി ജീവിക്കുന്ന ചുറ്റുപാട് വളരെ മോശമാണ്, കുട്ടിക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടിയുടെ പേഴ്സണാലിറ്റിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത പോയിൻ്റാണ് ദ റിയാക്ഷൻ ടൈം ആൻഡ് റെസ്പോൺസസ് ആർ നോട്ടഡ് വിച്ച് റിവീൽ ദ ഇന്നർ ഫീലിങ്സ് ഓഫ് ദി ചൈൽഡ്. ഇവിടെ നമ്മൾ പറഞ്ഞു കുട്ടിക്ക് നമ്മളൊരു ലിമിറ്റഡ് ടൈമിനുള്ളിലാണ് നമ്മൾ ആൻസർ പറയാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുട്ടിയുടെ റിയാക്ഷൻ ടൈമും അതുപോലെ തന്നെ റെസ്പോൺസസ് എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് കുട്ടിയുടെ ഒരു ഇന്നർ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ടെസ്റ്റാണ് സ്റ്റോറി ടെല്ലിംഗ് ഓർ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്. പേര് പറയുന്നത് പോലെ തന്നെ ഒരു കഥ പറയാനോ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കഥ കംപ്ലീറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്. An incomplete story may be told to the child and he may be asked to complete. നമ്മൾ ഇവിടെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി കുട്ടികളോട് നമ്മൾ പറയും. എന്നിട്ട് അവരോട് തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവരുടേതായ രീതിയിൽ അവരോടത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. എങ്ങനെയാണോ അവർ കഥ പൂരിപ്പിക്കുന്നത്, എന്തൊക്കെയാണോ അവർ ബാക്കി കഥയിൽ പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത്. While completing the story, the child may reveal his inner feelings, desires and worries. ഈ കഥയിലൂടെ കുട്ടി തൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും വ്യാകുലതകളുമൊക്കെ ആ കഥയിലൂടെ തന്നെ കുട്ടി ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, the story selected should be such as it touches the emotional life of the child whose personality trait we wish to assess. അതായത് നമ്മളിവിടെ സ്റ്റോറി കൊടുക്കുമ്പോൾ കുട്ടിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയായിരിക്കണം നമ്മൾ പറയേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് കുട്ടിയുടെ പേഴ്സണാലിറ്റി വളരെ കൃത്യമായിട്ട് അസസ് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് മെറിറ്റ്സ് ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. ഫസ്റ്റ് വൺ, സിൻസ് എ സബ്ജക്റ്റ് കനോട്ട് നോ വാട്ട് ആസ്പെക്ട്സ് ഓഫ് ഹിസ് റെസ്പോൺസസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഓർ വാട്ട് സിഗ്നിഫിക്കൻസ് ദേ ഹാവ്, ദർ ഇസ് നോ ഡേഞ്ചർ ഓഫ് ഗീവിങ് സെലക്റ്റീവ് റെസ്പോൺസസ് ബൈ ദ ഇൻഡിവിജ്വൽ. നമ്മൾ പറഞ്ഞതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മൾ ഇവിടെ മെഷർ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ എക്സാമിനർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ഒരു വ്യക്തി നൽകുന്ന റെസ്പോൺസസിൻ്റെ ബേസിസിലാണ് അവരുടെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വ്യക്തി നൽകുന്ന റെസ്പോൺസസ് നമ്മൾ യാതൊരു അനാവശ്യമായ കാര്യങ്ങൾക്കോ ഉപയോഗിക്കുന്നില്ല. അത് ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യുക, അത് മാത്രമാണ് അതിന് ഉദ്ദേശമുള്ളൂ. അല്ലാതെ വേറെ നെഗറ്റീവായിട്ടൊരു കാര്യങ്ങൾക്കോ വേറൊരു ദുരുപയോഗമോ നമ്മളതുകൊണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു അപകടവും ഒളിഞ്ഞിരിക്കുന്നില്ല. സെക്കൻഡ് പോയിൻ്റാണ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദ ഡേഞ്ചർ ഓഫ് പ്രാക്ടീസ് ആൻഡ് കോച്ചിങ് ഇഫക്ട്സ്. പ്രൊജക്റ്റീവ് മെത്തേഡ് അത്ര റിസ്ക് പിടിച്ചതോ അല്ലെങ്കിൽ ഡേഞ്ചറായ ഒരു മെത്തേഡ് അല്ല. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ ഇൻഡിവിജ്വൽ ടു ഗിവ് റെഡിമെയ്ഡ് ഹാബിച്വൽ ഓർ സ്റ്റിരിയോടൈപ്ഡ് പാറ്റേൺ ഓഫ് റെസ്പോൺസസ് ആസ് ദ ടാസ്ക് പ്രസൻറ്റഡ് ആർ നോവൽ ആൻഡ് അൺസ്ട്രക്ചേർഡ്. നമ്മൾ പഠിച്ചതാണ് പ്രൊജക്റ്റീവ് മെത്തേഡുകൾ ഇൻഡെഫിനിറ്റ് ആണ്, അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റെസ്പോൺസസ് റെഡിമെയ്ഡോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഉത്തരങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമുക്ക് ഡിഫറെൻ്റായ ഉത്തരങ്ങൾ, അത് ഓരോ വ്യക്തികളിൽ ചെയ്യുമ്പോഴും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് റെസ്പോൺസസ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി വളരെ അക്യുറേറ്റ് ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക്
മെഷർ ചെയ്യാൻ കഴിയാവുന്നതാണ്. They make little or no demand on literacy or academic skills, hence they are equally useful for children and adults, literates and illiterates. നമുക്ക് ഈ ഒരു മെത്തേഡ് എല്ലാ ആളുകളിലും ഒരുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളെന്നോ അഡൾട്ട്സ് എന്നോ വ്യത്യാസമില്ലാതെ, ലിറ്ററേറ്റ്സ് എന്നോ ഇല്ലിറ്ററേറ്റ്സ് എന്നോ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ആളുകളിലും നമുക്ക് ഒരുപോലെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് പോയിൻ്റ് ആണ്, ദേ എനേബിൾ us to have a total view of the personality of an individual rather than piecemeal. നമുക്ക് ഒരു വ്യക്തിയുടെ ഓവറോൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. നെക്സ്റ്റ് ഈസ് ഡിമെറിറ്റ്സ് ഓഫ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആർ ഡിഫിക്കൽട്ട്. സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആർ കോസ്റ്റ്ലി. ഓൾസോ ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് സച്ച് ടെസ്റ്റ്. പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുടെ സ്റ്റാൻഡേർഡൈസേഷൻ വളരെ പ്രയാസമേറിയതാണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. അതിനാൽ തന്നെ നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ സാധാരണഗതിയിൽ നമ്മുടെ സൈക്കോളജിയിൽ വളരെ കുറവാണ് കാണുന്നത്. പിന്നെ സെക്കൻഡ് പോയിൻ്റാണ്, പ്രോപ്പർ നോംസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻസ് ഹാർഡ്ലി അവൈലബിൾ ഫോർ ദീസ് ടെസ്റ്റ്, ഹെൻസ് ദേ ആർ വെരി സബ്ജക്റ്റീവ്. നമ്മൾ ഈ പ്രൊജക്റ്റ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള നോംസോ റൂൾസോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഈ ടെസ്റ്റുകളെല്ലാം സബ്ജക്റ്റീവ് ആവാറുണ്ട്. തേർഡ് പോയിൻ്റ്, ദേ ആർ നോട്ട് ഹൈലി റിലയബിൾ ആൻഡ് വാലിഡ്. നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ സബ്ജക്റ്റീവ് ആയതിനാൽ തന്നെ അതിൻ്റെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഒക്കെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. പിന്നെ ഫോർത്ത് പോയിൻ്റാണ്, ദേ ആർ ടൈം കൺസ്യൂമിങ് ബോത്ത് ഇൻ അഡ്മിനിസ്ട്രേഷൻ സ്കോറിങ്. ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണിത്. ലാസ്റ്റ് പോയിൻ്റ്, only a well trained and experienced person can do the administration, scoring and interpretation of projective test. പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠിച്ചു. പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ സാധാരണയായി ഉപയോഗിക്കുന്ന 3 മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണത്? പ്രൊജക്റ്റീവ് മെത്തേഡ്, സബ്ജക്റ്റീവ് മെത്തേഡ്, ഒബ്ജക്റ്റീവ് മെത്തേഡ്. ഇതിൽ പ്രൊജക്റ്റീവ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്, 7 നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ റോർസ്ചാച്ച് INK-BLOT ടെസ്റ്റ്, തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്രിസിയേഷൻ ടെസ്റ്റ്, പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സ്റ്റോറി ടെല്ലിംഗ് ഓർ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്. ഇതിൽ ഓരോ ടെസ്റ്റുകളും നമ്മൾ എക്സാമ്പിൾ സഹിതം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അവസാനമായിട്ട് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് വളരെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഓൾ.